ചിത്ര, ഈ ഷിംജിതയ്ക്ക് ശേഷം ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്ന് നിന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു റീല് കണ്ടത്. അതിനകത്തില് ഒരു ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സിന് ഒരു അധികം ഏജ് ഇല്ല, എന്തായാലും 25-ന്റെ അകത്തേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇവ ഭാഷ കേട്ടിട്ട് തൃശ്ശൂർ ഭാഷയാണെന്ന് തോന്നുന്നു. അപ്പോ അതില് ഒരു അമ്മാവൻ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. ഇവ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇവനുണ്ടായ ഒരു അനുഭവം ചിത്രീകരിക്കാം. അതിനകത്തിൽ പുള്ളി കുറേ കാര്യങ്ങൾ ഇയാളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ പോയി എൻജോയ് ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ ആ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഏതായാലും രീതിയിലാണ് അവൻ ആ വീഡിയോ ചിത്രീകരിച്ചിട്ടിരിക്കുന്നത്. അതിന്റെ ഒരു മറ്റൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ കമന്റ് ബോക്സ് എന്താ, ഇതാണ് ഞാൻ കണ്ട കിനാശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ ഒരാളും റീച്ചിന് വേണ്ടി ഇട്ട വീഡിയോ ആണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതാണ് പ്രത്യേകത. അത് ആണുങ്ങൾക്ക് മാത്രമാണ്, ആണുങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ജെനുവൻ ആണ് എന്നുള്ളതാണ് ആൾക്കാരുടെ വിചാരം. പിന്നെ ഒരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്ക് ഇതൊരു പാടാണ്. കാരണം അവർക്ക് മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നത്, കുറെ ആണുങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ എന്നുള്ളത് ഒരു തെളിവായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് അവിടെ വെക്കാം. പക്ഷേ പെൺകുട്ടികൾ ചെയ്താൽ ഇത് റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഡ്രസ്സിങ് വെച്ചിട്ടൊക്കെയാണ് ഇവരിങ്ങനെ പ്രലോഭനത്തിൽ പെടുന്നത്. അങ്ങനെയാണ് ഇവർക്ക് എന്താ പറയാ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് അവർ ഇങ്ങനെ കൊണ്ടുവരികയാണ് എന്നുള്ളത് പറയാനൊക്കെ എളുപ്പമാണ് പെൺകുട്ടികളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാൽ ഇത് ബസ്സിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ വീഡിയോസ് വരുന്നത് കൂടുതലും ബസ്സിലാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ബസ്സിലാണെന്ന് തോന്നുന്നു. കാരണം ഈ ട്രെയിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറങ്ങി നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റില്ലല്ലോ, ആ സ്റ്റോപ്പ് എത്തുമ്പോഴേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാത്തത്. ബസ്സിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ദേഷ്യപ്പെട്ട് നമുക്ക് ഇറങ്ങി പോവാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഇവരിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് കുഴപ്പമുള്ളൂ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലും ഇത് ഒരു അടുപ്പിച്ചൊരു കുറച്ച് 2-3 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആദ്യത്തെ കണ്ടിട്ട് ആ റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പിന്നെ രണ്ടാമതൊരു വീഡിയോ എടുക്കണമെന്നുള്ള രീതിയിലേക്കൊക്കെ വരും. തീർച്ചയായും. പിന്നെ എനിക്ക് മറ്റൊരു ഫാക്ടറാണ് അത് തോന്നിയിട്ടുള്ളത്. ഇപ്പോ സ്ത്രീകളുടെ ആണെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു എൻ്റെ ഇതാണ് കൂടുതൽ കമന്റ് വരിക. പക്ഷെ ഈ ഒരു വീഡിയോക്കകത്തില് കൂടുതൽ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്, എടാ നിനക്കൊന്ന് പൊട്ടിക്കാറുന്നില്ലേ കളവൻ, ഇങ്ങനെ അയാളെ മാത്രം ഡിഗ്രീസ്, അവന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ നീ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ആ മുഖം കാണിച്ചതിൽ പ്രശ്നം പറയുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അയാളുടെ മുഖം കാണിച്ചതിൽ ആരും അതിനകത്തിൽ പരാതിപ്പെടുന്നില്ല. അതേപോലെ തന്നെ അതില് ഒരു അബ്യൂസ് ഒന്നും നടക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ക്ഷണിക്കുന്നു, ആ സംവിധാനം മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഞരമ്പാമാരുണ്ട് എന്നുള്ളത് കാണിക്കുക മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ഒരു ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ട്, ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അവളത് വീഡിയോ എടുത്തിട്ട് ഇടുന്ന സമയത്ത് വീണ്ടും അവള് വസ്ത്രം ഏതാണെന്ന് കൂടെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിലേക്ക് വരികയും എന്നിട്ട് പോലും സൈബർ ബുള്ളിങ് കിട്ടുകയും രണ്ടാമത് പെൺകുട്ടി ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അതിനകത്തിൽ കമന്റുകൾ എന്ന് പറയുന്നത് മോൾ ഇനി ഒറ്റയ്ക്ക് പോകരുത്, ആരെങ്കിലും ജ്യേഷ്ഠനെയോ അച്ഛനെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ഉപദേശങ്ങളും ആ കുട്ടി പറയുന്നുണ്ട്. ഇതാണ് ആ ഒരു വ്യത്യാസം. ഒരു സ്ത്രീ ഇടുമ്പോഴും ഒരു പുരുഷൻ ഇടുമ്പോഴും തമ്മിലുള്ള ഒരു റിയാക്ട് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ് ഉണ്ടാവുന്നത്. ഇത് എടുത്തു പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പെൺകുട്ടികൾക്കാണ്. അതായത് നമ്മുടെ പ്രായമുള്ളതും കൂടിയല്ല, കുറച്ചുകൂടി പ്രായം കുറവുള്ള കുട്ടികൾക്കും കൂടി ആണെന്നുള്ളതാണ് എനിക്ക് ഈ അടുത്തുനിന്ന് മനസ്സിലായത്. കാരണം എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടി ഇതുപോലെ +2 പഠിക്കുന്നത്. ഊബർ ബുക്ക് ചെയ്തു. ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഊബർ ബുക്ക് ചെയ്തു. 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. വഴിക്ക് വെച്ച് ബാക്കി 2 കുട്ടികളും ഇറങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടി ചേച്ചിയുടെ കുട്ടി ഇതുപോലെ വീടിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഊബറിന് പൈസ കൊടുക്കാനായിട്ട് നിന്ന സമയത്ത് ആ ഊബറുകാരൻ പറഞ്ഞു, നിങ്ങൾ ആ ആൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊടുന്നത് ഞാൻ കണ്ടു, അപ്പം ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ എന്താ പറയുക പെൺകുട്ടി പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഇയാള് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ലേ, അങ്ങനെ പറയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെയല്ല പറഞ്ഞത്, ഭയങ്കര പച്ച
മലയാളം ആ ഒരു രീതിയിലാണ് ആ കുട്ടിയോട് പറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ കുട്ടിയുടെ ലൈഫിൽ ആദ്യമാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കേട്ടത് സ്റ്റക്കായി പോയി, എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ സ്റ്റക്കായി പോയി. അവിടെ ആരുമില്ല. ആ ഒരു സമയത്ത് എന്താ ചെയ്യണ്ടേന്ന് ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഊബറിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതാ മനസ്സിലായത്. ബാക്കിയുള്ള ലീഗലി അവര് ചിലപ്പോൾ മൂവ് ചെയ്യുമായിരിക്കും. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റക്കായി പോകും. ആ സമയത്ത് ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും. എന്തെന്നാ താൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗട്ട്സ് ഉള്ള പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലവരിങ്ങനെ സ്റ്റക്കായി പോകും. പക്ഷെ ഇപ്പം ഒന്ന് ആലോചിക്കുക, അവരുടെ വീട്ടുകാരൊട്ടും സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഉറപ്പായിട്ടും വിചാരിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്താ പറയാ വീട്ടുകാർ വഴക്ക് പറയും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരിക്കും. ഇത് എന്താ പറയാ നമ്മളോട് എല്ലാവരുടെ ഷെയർ ചെയ്ത ആ ഒരു സമയത്ത് നമ്മൾ ചോദിച്ചു, കാരണം നിനക്ക് ഒച്ച എടുത്തിട്ട് ആളെ കൂട്ടാൻ പാടില്ലായിരുന്നു. ആളെ കൂട്ടി കഴിഞ്ഞിട്ട് ബാക്കി തല്ലി കഴിഞ്ഞിട്ട് രണ്ടാമതേ ചോദിക്കുള്ളൂ എന്താ കാര്യം എന്നുള്ളത്, രണ്ടാമത് ചോദിക്കാമെന്നുള്ളതൊക്കെ കുട്ടീനോട് പറഞ്ഞു കൊടുക്കേണ്ട. കുട്ടി ഭയങ്കര കരച്ചിലാ. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ കുട്ടി ലൈഫിൽ ഇതുവരെയായിട്ടും അനുഭവിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ എന്താ പറയാ റീച്ചിന് വേണ്ടിയാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അവർ വീഡിയോ എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കും? ഇതിനകത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കേണ്ട വരുന്നുണ്ട്. എത്ര പേര് പുറത്ത് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ചിലവര് എടുത്ത് വീഡിയോ ഇടും, ചിലവര് എന്താ പറയാ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും അത് ക്രിറ്റിസിസം കേസിൽ തന്നെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ക്രിറ്റിസൈസും ചെയ്യാൻ പോകുന്നത് ഈ കുട്ടി എങ്ങനെയാണ് ഊബർ വിളിച്ച് അവിടെ വന്നത്, കുട്ടി എന്താണ് കുട്ടിയുടെ കൂടെ വേറെ ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇയാളുടെ വശം കേൾക്കുമ്പോൾ ഇയാൾ ഓൾറെഡി അതിനൊരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ഇരുന്ന് ഈ കുട്ടി ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടി തൊട്ടു. ഈ സാധനം പറയുമ്പോഴത്തേ ഇവള് ഓൾറെഡി ഇങ്ങനത്തെവളാണ്. അപ്പൊ ഇയാളത് കണ്ടപ്പോ ഇയാള് ചോദിച്ചു, അപ്പൊ ഇതിലെന്താണ് തെറ്റ്? ഇത് ഇയാള് തന്നെ ഇങ്ങനത്തെ കഥകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് ഇത്തരം കാര്യങ്ങൾ കണ്ട് പരിചിതമായി. ഇയാളിതിനു മുമ്പ് എത്രയോ ആൾക്കാരുടെ അടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഞാനാണ് തെറ്റുകാരെങ്കിൽ പോലും എന്നെ ചിത്ര ലക്ഷ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ച് അതിലും ചിത്രയുടെ വ്യക്തിത്വം മോശമാക്കുന്ന രീതിയിലുള്ള സാധനം പുറത്തേക്ക് വിടും. അപ്പോ എല്ലാത്തിനും ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, രണ്ട് ഭാഗം ചിന്തിക്കുന്ന ആൾക്കാർ. അതിനകത്തില് ചിത്ര പറയുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിത്രയെ മോശകാരിയാക്കും. ഇപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പോയി നിന്നത്. കാരണം അതിന് ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വായിരിക്കുന്നത്, ഇയാൾ പറയുന്നതാണ് സത്യാവസ്ഥ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ ഇത്ര അധികം ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് വിവരമില്ലാത്ത ആൾക്കാരുണ്ട് എന്ന് പറയണം. അതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് അത് അനുസരിച്ച് കൺട്രോൾ ചെയ്യാനെങ്കിലും പറ്റുന്നതായിരിക്കണം. ഇല്ലാതെ വിവരമില്ലാതെ എല്ലാവരുടെ അടുത്ത് അത് തീർക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഭ്രാന്തൊക്കെ ഉണ്ടെന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കാരണം പരിസരബോധവും ഇല്ല, എന്ത് എവിടെ ആൾക്കാരോട് ചോദിക്കണം എന്നുള്ളത് ആൾക്കാർക്ക് ആ ഒരു ബോധമില്ല. എന്താ പറയാ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് മറ്റേ നമ്മുടെ ശ്രീനിവാസൻ പറയണ പോലെ ഒരു കട്ടിങ്ങും ഷേവിങ്ങും എന്ന് പറയാൻ പറ്റുമോ? ഇതേപോലെ തന്നെയാണ് ഈ മനുഷ്യന്മാരും ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ പറയാൻ പാടില്ല, അത് സ്വന്തം അങ്ങനെ കാണിക്കേണ്ട ആൾക്കാരുടെ അടുത്ത് മാത്രമേ അങ്ങനെ രീതിയിൽ സംസാരിക്കാവുള്ളൂ എന്നുള്ളത് മനുഷ്യന്റെ നോർമൽ ആയിട്ടുള്ള ചിന്താഗതിയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇല്ലാതെ ഇങ്ങനെയുള്ള രീതിയിൽ അബ്നോർമലായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് ഈ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. അതൊക്കെ തീർപ്പാക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മോനല്ലേ അല്ലെങ്കിൽ എന്റെ ഭർത്താവല്ലേ എന്ന് ഓർത്തിട്ട് മാറ്റി നിർത്താ എന്താ പറയാ അത് ഒഴിവാക്കാതിരിക്കുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് അവരെ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്നിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളുടെ കുടുംബത്തിനും കൂടെ നാണക്കേടാക്കി. കാറ്റഗറി ചെറിയ കുട്ടികളോടായിരിക്കും ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറയാൻ പറ്റില്ല അതിന്. ഇവരുടെയൊക്കെ മൈൻഡിൽ എന്താണ് ഏതാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇതുപോലെ ആരോ റിയാക്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു പട്ടി ഇങ്ങനെ കിടക്കുന്നു, ഒരു ഫുട്പാത്തിൽ കിടക്കുന്നു. ഒരു ആണ് ഇങ്ങനെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആ പട്ടിയുടെ ആ ഭാഗത്ത് അയാൾ തൊട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഒരാൾ ഷെയർ ചെയ്തേക്കുന്നു. ഇത്ര അധികം വൃത്തികെട്ട മനുഷ്യന്മാര് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. എന്തായാലും റിയാക്ട് ചെയ്യുന്ന ആൾക്കാര് റിയാക്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാര്
നിങ്ങളും അത്ര ദുർബലരാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നോക്കേണ്ട ആവശ്യമില്ല, കുടുംബം പോലും നോക്കേണ്ട ആവശ്യമില്ല, ഒരു വീഡിയോ എടുത്തിട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ചില സിറ്റുവേഷൻസിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ അത് സംബന്ധിച്ച ഒരു ട്രോമ തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ട്രോമയിൽ തന്നെ പെടും. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇത്തരം അബ്യൂസുകളൊക്കെ നേരിടുമ്പോൾ ഭയങ്കര അഗ്രസീവായി പെരുമാറുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അഗ്രസീവായി. ഇപ്പൊ ഈ പൂവൻ കോഴി അങ്ങനെ ഒരു സിനിമയില്ലേ, നമ്മുടെ മഞ്ജു വാര്യർക്ക് ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ അവർക്ക് അവരും നമ്മുടെ അനുശ്രീയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്ന ഒരു സിനിമ. അതിനകത്തില് അവർക്കൊരു ഇത്തരം ഒരു അബ്യൂസ് ഉണ്ടായി. അവരുടെ അബ്യൂസ് കൺമുന്നിൽ കാണുന്ന സമയത്ത് വളരെ അഗ്രസീവ് ഒരു പെരുമാറുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോ തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ അബ്യൂസ് ഉണ്ടാവുന്ന വീഡിയോസില് ഇത്ര അഗ്രസീവ് ആയിട്ടുണ്ടാവാൻ കാരണം മേ ബി അവരുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അവർ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരിക്കാം. അത് ചെറുപ്പ കാലഘട്ടങ്ങളിലായിരിക്കാം, ചിലപ്പോൾ വീടുകളിൽ നിന്ന് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ട്രോമയിൽ റിയാക്ട് ചെയ്യാൻ പറ്റാതെ പോയതിന്റെ കുറ്റബോധം, അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അത് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അത് കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും നാളത്തെ ഒരു ആർജവമാണ് അവർ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് റിയാക്ഷനിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലരൊക്കെ ഇതൊക്കെ ഓവർ ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാറില്ല. അതൊന്നും ഓവർ അല്ല, കാരണം അത് അവരുടെ ജീവിതത്തിലെ വേദനകളാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇത് ജെനുവിനാണ് ആ ഒരു വീഡിയോ എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബമോ കാര്യങ്ങളോ കുട്ടികളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഷെയർ ചെയ്യാം, പിന്നെ ബാക്കിയുള്ളത് വരണടുത്ത് വെച്ച് നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ജീവിക്കാനായിട്ട് അനുവദിക്കരുത്. ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ജീവിച്ചിരുന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോഴത്തേനും ആൾക്കാർ എന്തെങ്കിലും കാണിച്ച് തല്ലിക്കൊല്ലണതിന് നല്ലതാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇയാൾ ഇത് വന്ന് ചെയ്യുകയാണെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും വന്ന് കമന്റ് ചെയ്യുന്നത്.